കൂടെയുണ്ട് ഹീൽ ഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് again with us. ഹീൽ ഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. നമസ്കാരം. കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. 36ാമത് തിരൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം 2025 നവംബർ 9, 10, 11, 12 തീയതികളിലായി കൂട്ടായി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്റ്റേജ് മത്സരങ്ങൾ 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തവനൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ KT ജലീൽ ഉദ്ഘാടനം നിർവഹിക്കും. ആ ചടങ്ങിൽ തിരൂർ MLA പ്രിയപ്പെട്ട കുറുക്കുളി മൊയ്തീൻ, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കും. നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ കഥാകൃത്ത് ശ്രീ P. സുരേന്ദ്രൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ, മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CP കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘം വിജയകരമായി പൂർത്തിയാക്കി വരുന്നു. ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എല്ലാ കമ്മിറ്റികളും പൂർണ്ണ സജ്ജമായി ഈ കലോത്സവത്തെ പൂർണ്ണതോതിൽ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൂട്ടായി പ്രദേശം തന്നെ ഈ കലോത്സവം വളരെ വിജയകരമായി മാറ്റുന്നതിനാവശ്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ ഘോഷയാത്രയോട് കൂടി തന്നെ കലോത്സവം തുടങ്ങണം എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ സംഘാടക സമിതി ആലോചിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ വിവിധ കമ്മിറ്റിയുടെ കൺവീനർമാരും ഇവിടെയുണ്ട്, അവർ പറയും. അതോടൊപ്പം തന്നെ സ്വാഗത സംഘത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിന്ദുലാൽ മാസ്റ്റർ സൂചിപ്പിക്കും. PT പ്രസിഡന്റ് അടക്കമുള്ള സംഘാടക സമിതിയുടെ ഭാരവാഹികൾ യോഗത്തിൽ ഇരിക്കും. തിരൂർ ഉപജില്ലാ കലാമേള കൂട്ടായി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 9, 10, 11, 12 തീയതികളിൽ നടക്കുകയാണ്. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് തീരദേശ മേഖലയിലെ ഈ വിദ്യാലയത്തിലേക്ക് തിരൂർ ഉപജില്ലാ കലാമേള എത്തുന്നത്. ഈ മേളയെ ഏറ്റവും ശ്രമങ്ങളും ആ നാടും നാട്ടുകാരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഉദ്ഘാടന ദിവസമായ 9-ാം തീയതി വൈകിട്ട് 3:30 കൂട്ടായി ആശാൻപടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര വിവിധ വാദ്യമേളങ്ങളും അതുപോലെ കലാ ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഘോഷയാത്ര സ്കൂളിൽ 5 മണിയോടുകൂടി എത്തുകയും 5 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുകയും ചെയ്യും. തുടർന്ന് 3 ദിവസങ്ങളിലായി തിരൂരിലെ വിവിധ വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ കലാ മികവ് ചെയ്യുക. ഭംഗിയായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ വളരെ സജീവമായി മേളയുടെ പൂർണ്ണമായ 36ാമത് തിരൂർ ഉപജില്ലാ കലോത്സവം 9, 10, 11, 12 തീയതികളിലായി കൂട്ടായി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ സ്കൂളിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 130 സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. 4809 കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 301 ഐറ്റങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. 11 വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. LP ജനറൽ, UP ജനറൽ, HS ജനറൽ, HSS ജനറൽ, UP സാൻസ്ക്രിറ്റ്, HS സാൻസ്ക്രിറ്റ്, LP അറബിക്, UP അറബിക്, HS അറബിക് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. 6, 7 തീയതികളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ മുഴുവനായിട്ടും നടന്നു കഴിഞ്ഞു. ഇനി സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി മത്സരങ്ങൾ അന്ന് മുതൽ ആരംഭിക്കുന്നതാണ്. അന്ന് വൈകിട്ട് പ്രധാന വേദിയിൽ മത്സരം, അങ്ങനെ 3 വേദികളിലാണ് അന്നത്തെ മത്സരമുള്ളത്.
അത് തുടങ്ങി 12-ാം തീയതി അവസാനിക്കുന്നത് വരെ എല്ലാ വേദികളും സജീവമാവും. 4809 പാർട്ടിസിപ്പൻസിൽ 6-ാം തീയതി 575 പേരാണ് ഓഫ് സ്റ്റേജിൽ പങ്കെടുത്തത്. 7-ാം തീയതി 636 പേരാണ് പങ്കെടുത്തത്. ഇനി നടക്കുന്ന വേദികളിൽ 9-ാം തീയതി 161 പേരും, 10-ാം തീയതി 1471 പേരും, 11-ാം തീയതി 1822 വിദ്യാർത്ഥികളും, 12-ാം തീയതി 1522 വിദ്യാർത്ഥികളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കൂട്ടായിയുടെ ചരിത്രത്തില് 2004 മേള നടന്നിട്ടുണ്ട്, 2014 മേള നടന്നിട്ടുണ്ട്. അന്നൊക്കെ സബ് ജില്ലാ കലോത്സവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയങ്ങളായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഈ 2025 വർഷത്തിലും ഈ മേള സബ് ജില്ലാ കലാമേളയുടെ ചരിത്രത്തിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം നടത്തുന്നത് KST ആണ്. ഇതിനു വേണ്ട ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് നടപ്പാക്കുന്നതാണ്. 36ാമത് തിരൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഫുഡ് കമ്മിറ്റിയുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSC ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓഫ് സ്റ്റേജ് ഐറ്റങ്ങളൊക്കെ ആരംഭിച്ചു. ഈ സ്റ്റേജ് ഐറ്റത്തിലാണ് നമ്മൾ ഫുഡ് കൃത്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ഏകദേശം 1500-ലധികം കുട്ടികൾ പാർട്ടിസിപ്പൻറ്റും അത്രയും തന്നെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും 3000 പേരുടെ ഫുഡാണ് നമ്മൾ കരുതുന്നത്. അതിൽ നമ്മൾ PKTB UP സ്കൂളിൽ കൂട്ടായി എന്നുള്ള വളരെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുള്ളത്. പാർട്ടിസിപ്പൻസും അതുപോലെ ഒഫീഷ്യൽസിനും വേണ്ടിയുള്ള വളരെ രുചികരവും വൃത്തിയുള്ളതുമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഫുഡ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ട് പരിചയമുള്ള തിരൂർ തന്നെയുള്ള മണിയേട്ടനാണ് ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഭക്ഷണം, രുചികരമായ ഭക്ഷണം വ്യത്യസ്തമായിട്ട് ഓരോ ദിവസവും സ്ഥിരമായിട്ടുള്ള ഒരേ രീതിയല്ലാതെ, അതുപോലെ ഒരു ദിവസം ഇപ്പൊ നിലവില് പായസം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. മറ്റ് 2 ദിവസത്തേക്കുള്ള ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്തായാലും 3 ദിവസവും വളരെ നല്ല രീതിയിൽ സാമ്പാറും അതുപോലെ ഉപ്പേരിയും മറ്റ് കൂട്ടുകറികളും ഒരു പായസവും വെച്ച് 3 ദിവസം കൊടുക്കാൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഭക്ഷണ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ വളരെ കൃത്യമായ രീതിയിൽ അത് പാലിച്ചുകൊണ്ട് പരമാവധി ഫൈബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, തെർമോകോൾ പ്ലേറ്റുകളൊക്കെ നിർബന്ധമായിട്ടും ഈ ഉച്ചഭക്ഷണ വേദിയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അവിടെയുള്ള കൂട്ടായി പ്രദേശത്തുള്ള ആളുകളുമായി സഹകരിച്ച് അത് കൃത്യമായിട്ട് ഓരോ ദിവസവും വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ കുട്ടികൾ നിർബന്ധമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും കൊണ്ടുവരണം. മത്സരാർത്ഥികൾ മാത്രം മതി. മറ്റുള്ളവർക്കുള്ള എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും അതുപോലെ ഒഫീഷ്യൽസിനുള്ള പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ 3 ദിവസത്തിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ സ്പോൺസർ ചെയ്ത കുറെ വ്യക്തിത്വങ്ങളും അതുപോലെ സ്ഥാപനങ്ങളുണ്ട്. അവരെ പേരെടുത്ത് ഒരുപാട് പറയുന്നില്ല. എന്തായാലും അവർക്കൊക്കെ എന്തായാലും KPSCയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണ വിതരണത്തിന്റെ കൂപ്പൺ അതത് ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് തന്നെ ഹയർ സെക്കൻഡറിയുടെ ബിൽഡിങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. പരമാവധി ഈ വർഷത്തെ നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ഭക്ഷണവും അത് കൊടുക്കാൻ എല്ലാവരുടെയും സഹകരണം അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു മേള വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയട്ടെ എന്നുള്ള ആശംസയും അറിയിക്കുന്നു.